നമസ്കാരം. ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മിഡിൽ ഈസ്റ്റിലെ അനിശ്ചിതാവസ്ഥയെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതാണ്. ഇന്നലെ നമ്മൾ തീർച്ചയായിട്ടും ഒരു വെടിനിർത്തൽ കരാർ എത്തി എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ചർച്ചകൾ നടത്തിയത്. പക്ഷേ തികച്ചും 12 മണിക്കൂർ കഴിയുന്നതിന് മുൻപ് തന്നെ ഈ വെടിനിർത്തൽ ചർച്ചകളിലും ഇപ്പോൾ അനിശ്ചിതത്വം നിറയുകയാണ്. ഇസ്രായേൽ ലെബനോനിലേക്ക് ഇപ്പോൾ എറ്റേണൽ ഡാർക്ക്നെസ് എന്ന പേരിൽ വലിയ സൈനിക നടപടി നടത്തുകയാണ്. ഏകദേശം 200 മുകളിൽ ആളുകൾ ഒറ്റ ദിവസം, 1000 മുകളിൽ ആളുകൾക്ക് പരിക്കേൽക്കുന്നു, 200 മുകളിൽ ആളുകൾ കൊല്ലപ്പെടുന്നു. ലെബനോനിൽ 200ഓളം ടെററിസ്റ്റുകളെ ഞങ്ങൾ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് വധിച്ചു എന്ന് ഇസ്രായേൽ സൈന്യവും വ്യക്തമാക്കുന്നു. എന്ന് വെച്ചാൽ ലെബനോനിലേക്ക് വലിയ സൈനിക നടപടി ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അദ്ദേഹം വെടിനിർത്തൽ കരാറിനെ കുറിച്ച് പറയുന്ന ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ലെബനോനും ഈ കരാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന്. അമേരിക്കയും അത്തരത്തിൽ വിശദമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങളും അത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേൽ അത് സമ്മതിച്ചില്ല. ഇസ്രായേൽ പറയുന്നു ലെബനോൻ ഈ കരാറിൽ, വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന്. ഇനി ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ, ഇതിന്റെ പേരിൽ ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചാൽ വളരെ ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്ന് പറയുന്നു. അമേരിക്ക പറയുന്നു ഞങ്ങളുടെ സൈന്യം ഇപ്പോഴും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സാഹചര്യം ഇത്തരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുവരെ കാണാത്ത വലിയ യുദ്ധത്തിലേക്ക് മേഖല വീണ്ടും പോകും എന്നുള്ളത്. എന്താണെങ്കിലും ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വെടിനിർത്തൽ കരാറിന് എന്ത് സംഭവിച്ചു, ഇനി എന്ത് സംഭവിക്കും, ഇസ്രായേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങുകയാണോ, ഇസ്രായേൽ സമ്മതിക്കാത്ത ഒരു സാഹചര്യമുണ്ടോ വെടിനിർത്തലിന്? ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ അഭിലാഷ് ജി രമേശ്, വിദേശകാര്യ വിദഗ്ധൻ, അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകൻ ജോസ് കുമ്പളവേലിൽ, ഇസ്രായേലിൽ നിന്ന് ഷൈനി ബാബുവും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും ഇസ്രായേലാണ് ഏറ്റവും വലിയ ഫോക്കൽ പോയിന്റ് ആയിട്ട് ഇപ്പോൾ നിലകൊള്ളുന്നത്. കാരണം ഹിസ്ബുള്ള യുദ്ധം വീണ്ടും പുനരാരംഭിച്ചു എന്ന് ഹിസ്ബുള്ള തന്നെ പറയുന്നു. ഇസ്രായേലിലേക്ക് നിരവധി റോക്കറ്റുകൾ അയക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ ഏറ്റവും ആദ്യം ശ്രീ ജോസ് കുമ്പിളുവേലിൽ, എന്ത് സംഭവിച്ചു വെടിനിർത്തൽ കരാറിന്? എന്ത് സംഭവിച്ചു? നമസ്കാരം. വെടിനിർത്തൽ കരാറിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ ലെബനനെ ലക്ഷ്യമാക്കി തൊടുത്തു വിട്ടതിന്റെ സംഭവ വികാസങ്ങളാണ് ആദ്യം തന്നെ ലോകം മുഴുവൻ റിപ്പോർട്ട് ചെയ്തത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോക്സി വാർ ആണ് ഇതിന്റെ, അതായത് നിഴൽ യുദ്ധം എന്ന് വേണേ പറയാതിന് അത്തരത്തിലൊരു കാര്യമാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്. ട്രംപിന്റെ 14 ദിവസത്തെ, അത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള 14 ദിവസത്തെ ആ ഒരു സമാധാന കരാർ പ്രഖ്യാപിച്ചപ്പോൾ ഇതിന് ഒട്ടും തന്നെ യോജിപ്പില്ലാതെ ഇരുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അത് 13ാമത്തെ മണിക്കൂറിൽ പോലും ഇസ്രായേലിന് ഇതിനകത്തെ കണ്ടന്റ് എന്താന്ന് അറിയാതെ പോയി. അത് അവരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചു. അപ്പൊ ഈ ചൊടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇറാന് മേൽ പിന്നെ ഒന്നും ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ വെടിപൊട്ടിക്കാൻ മേലാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ആ പ്രോക്സി ആയിട്ട് നിൽക്കുന്ന ലെബനോൻ, അല്ലെങ്കിൽ ഹിസ്ബുള്ള, അല്ലെങ്കിൽ ഹൂതികൾ, അല്ലെങ്കിൽ മറ്റ് ഇസ്ലാമിസ്റ്റ് ടെററിസ്റ്റുകൾ, ഇവരെ ലക്ഷ്യം വെച്ച് ഞങ്ങൾ ഇപ്പോഴും ലൈവിലാണെന്ന് കാണിക്കേണ്ട ഒരു അവസ്ഥ ഇസ്രായേലിനുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അവർ ശക്തമായിട്ട് 8 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്രയും പേരെ 250-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു വന്നു. അതും ടെററിസ്റ്റുകളാണെന്നാണ് ഇസ്രായേല് അവർ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് നമുക്കതിനെപ്പറ്റി അധികമായിട്ട് സ്ഥിരീകരിക്കാൻ പറ്റില്ല. എങ്കിലും അതിനകത്ത് തോക്കെടുക്കുന്നവരൊക്കെ ടെററിസ്റ്റ് ആണെന്ന് വേണേ നമുക്ക് വിശേഷിപ്പിക്കാം. അതോടൊപ്പം സാധാരണക്കാരായിട്ടുള്ള 1000-ലധികം പേര് പരിക്കേറ്റതായിട്ടും അവർ പറയുന്നുണ്ട്. അപ്പോൾ ട്രംപിന്റെ ആ ഒരു വശം മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് ഇതൊരു സമാധാനത്തിലേക്കുള്ള ഒരു പോക്കാണെന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. അതുപോലെ ശ്രീ ഡോക്ടർ അഭിലാഷ് ജി രമേശ്,
ഇസ്രായേലിനെ ഒഴിവാക്കി ഉള്ള ഒരു കരാറും ഇവിടെ നടക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇസ്രായേൽ എന്താണോ ഈ യുദ്ധത്തിന് മുൻപ് ഉദ്ദേശിച്ചത് അത് ഇസ്രായേൽ നേടും. കാരണം ഗാസയുടെ കാര്യത്തിൽ ഇസ്രായേൽ അത് കൃത്യമായി ചെയ്തു കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഹിസ്ബുള്ളകളുമായിട്ടുള്ള യുദ്ധത്തിൽ, ആദ്യം നടന്ന യുദ്ധത്തിലും ഇസ്രായേൽ കൃത്യമായിട്ട് അത് തന്നെ ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ എന്താണ് ഉദ്ദേശിച്ചത് അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇറാന്റെ കാര്യത്തിൽ നോക്കുക, 12 ദിവസം തീവ്രമായ ആക്രമണം നടത്തി. രണ്ടാമത് ഇതേണ്ട വീണ്ടും ഇറാനിൽ ആക്രമിച്ച് ഏകദേശം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് 10-20,000-ഓളം കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഇല്ലാതാക്കുന്നു. ഘട്ടഘട്ടമായിട്ട് ഉള്ള ഒരു ആക്രമണവും ഇല്ലാതാക്കലും ശത്രു നിഗ്രഹവും തന്നെയാണോ ഇസ്രായേൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക? നമസ്കാരം. അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രയേലാണ് ഈ യുദ്ധത്തിന്റെ ഗതിയെ നിർണയിക്കുന്ന സുപ്രധാന ശക്തി. കാരണം ഒക്ടോബർ 7, 2023 അതിക്രൂരമായ ഒരു ആക്രമണം നേരിട്ട ഇസ്രയേൽ, അതായത് ഏറ്റവും മനസാക്ഷി മരവിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണം നേരിട്ട ഇസ്രയേൽ അന്ന് മനസ്സിലാക്കിയതാണ്, ഇസ്രയേലിന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രയേലിനെ ആക്രമിക്കുന്ന പ്രോക്സികൾ അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത ഗ്രൂപ്പുകൾ മാത്രമല്ല, പകരം അവരെ വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്ന വൃക്ഷത്തിന്റെ വേര് തന്നെ ഇറക്കണമെന്ന രീതിയിലേക്കാണ് ഇസ്രയേലിന്റെ ആന്റി ടെറർ പോളിസി അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റി പോളിസി പിവട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇസ്രയേലിനെ മാറ്റി നിർത്തിക്കൊണ്ടോ ഈ യുദ്ധത്തിലെ നിർണായക ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നത് ലെബനനെതിരെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഇറാന്റെ പ്രോക്സി, അതായത് ഹിസ്ബുള്ളയെ ഇറാൻ ഒരു ക്വാസി കൺവെൻഷണൽ, അതായത് മിലിറ്ററി ഫോഴ്സിന് തുല്യമായിട്ടുള്ള രീതിയിൽ വളർത്തിയെടുത്തിട്ടുണ്ട്. 700 മില്യന് മേലെ വർഷക്കണക്കിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇത്രയധികം വലിയൊരു ശക്തിയാക്കി മാറ്റി ഇസ്രായേലിന് നിരന്തര തലവേദനയായിക്കൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ളയെ തകർക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ പോളിസിയാണ്. ഇസ്രായേലിനെ ഹിസ്ബുള്ളയെ തകർക്കുന്ന ഓരോ നീക്കവും ഇറാനെതിരായിട്ടുള്ള തിരിച്ചടി കൂടിയാണ്. കാരണം നിങ്ങൾ തകർത്ത് കളയേണ്ടത് എന്താണോ അത് അടിവേര് ഉൾപ്പെടെ തകർത്ത് കളയുന്ന രീതിയിലുള്ള നയമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇല്ലാതെ ഇറാനും അമേരിക്കയും ഉൾപ്പെടുന്ന ഈ ഒരു ട്രയാങ്കുലർ വാറിന് സാങ്കത്യം പോലും ചോദ്യം ചെയ്യപ്പെടും. ആൻഡ് ഇസ്രായേൽ വിൽ കണ്ടിന്യൂ സ്ട്രൈക്കിംഗ് അൺലെസ് ആക്രമണം ഇനിമേലിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കാനുള്ള ശക്തമായ നടപടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇനി ആരുമില്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് നിന്നത് ചെയ്യാനും കഴിവും ശേഷിയും അതുപോലെ തന്നെ സാങ്കേതിക തന്ത്രങ്ങളും ഉള്ള ഒരു രാജ്യമാണ്. ശ്രീ ജോസ് കുംബ്ലവേൽ, നമുക്കറിയാം JD വാൻസ് ആണ് ഇതിന് ഇപ്പോൾ ഇറാൻ കൃത്യമായി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ജെറാർഡ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫും ആയിട്ടൊരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്നു. അതേസമയം JD വാൻസുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ JD വാൻസുമായി ഇടപെട്ട് ചർച്ചകൾ നടത്തി ഇപ്പോൾ ഒരു വെടിനിർത്തലിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ JD വാൻസും പറയുന്നു ലെബനോൻ ചർച്ചകളിൽ ഉൾപ്പെട്ടിട്ടില്ല, വെടിനിർത്തലിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് വെച്ചാൽ ഇസ്രായേലിന്റെ ആ ഒരു ഗതിയിൽ തന്നെയാണ്, ഇസ്രായേൽ ആ ചിന്തിക്കുന്ന അതേ രീതിയിൽ തന്നെയാണോ ഇപ്പോൾ അമേരിക്ക അടക്കം എല്ലാവരും ചിന്തിക്കുന്നത് ഈ യുദ്ധത്തെക്കുറിച്ച് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് വേണം കരുതാൻ. കാരണം JD വാൻസ് അമേരിക്കൻ പ്രസിഡന്റിന്റെ, അതായത് ട്രംപിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. ട്രംപിന്റെയാണ് അവസാന വാക്ക്, അത് ഉദ്ധരിച്ചതേ ഉള്ളൂ. അപ്പോൾ ട്രംപ് എന്ത് നനയ്ക്കുന്നുവോ അതിന്റെ ഒരു പ്രോക്സി ആയിട്ടാണ് JD വാൻസ് നീക്കുന്നത്. അതോടൊപ്പം ഇസ്രയേലിന്റെ കാര്യത്തില് JD വാൻസ്, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ജനുവരി മുതൽ ഇവർ അധികാരത്തിൽ കയറിയതിനു ശേഷം എത്രയോ തവണ ഇസ്രയേൽ വന്നു പോവുകയും അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അതിശക്തമായിട്ടും ഏറ്റവും രഹസ്യമായിട്ടും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അറിയാം ഇനി എന്താണ് സംഭവിക്കുന്നത്. ഇപ്പോൾ വെടിനിർത്തൽ ആവശ്യം ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ അത് നേരത്തെ തന്നെ ഇവർ കണ്ടിട്ടും, അല്ലെങ്കിൽ ഒരു 12 ദിവസം 14 ദിവസം കടന്നു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇതിനൊരു നിൽക്കേണ്ട അല്ലെ നിർത്തേണ്ട ഒരു അവസ്ഥ വരുമോ എന്ന് പലരും, അതായത് ലോകം തന്നെ ഉറ്റുനോക്കിയൊരു കാര്യമാണ്. പക്ഷെ അപ്പോഴും അമേരിക്കയുടെ ശക്തമായ അടിയിൽ തിരിച്ചടിയാണ് ഉണ്ടായത്. അപ്പൊ ഈ തിരിച്ചടി വന്നു കഴിഞ്ഞപ്പോൾ അമേരിക്കയ്ക്ക് ഇത് പൂർണ്ണമായിട്ടും മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയെത്തി. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് 40-ാം ദിവസം ഇതാ കിടക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ 2 പ്രാവശ്യം അൾട്ടിമേറ്റം കൊടുത്തിട്ട് ആ അൾട്ടിമേറ്റവും വീണ്ടും സമയം നീട്ടിക്കൊടുത്തിട്ട് ഒരു സമാധാന കരാർ എന്ന് പറഞ്ഞ് ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ
പ്ലാറ്റ്ഫോമിൽ എഴുതിയത്. ഇത് എഴുതി കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇസ്രായേലിന് ഒന്നും വയ്യാത്ത ഒരവസ്ഥ. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്കിത് ഒരു കാരണവശാലും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുകയില്ലാത്ത വ്യവസ്ഥകളാണ് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നത്. അപ്പൊ ഈ വ്യവസ്ഥകൾ നോക്കിക്കഴിയുമ്പോൾ ഞങ്ങളെ തകർക്കാൻ, പൂർണ്ണമായിട്ടും തകർക്കാൻ, അല്ലെ ഞങ്ങളെ നാമാവശേഷമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇസ്രായേൽ എന്തിന് ഇത്തരമൊരു സമാധാന കരാർ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയാണ് പ്രധാനമന്ത്രി നെതന്യാഹുവിന് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപിനോടൊന്നും നീരസം പുറമെ കാണിക്കാതെ തന്നെ ഈ പറഞ്ഞ പ്രോക്സി വാറായിട്ട് അല്ലെങ്കിൽ ലെബനനിലേക്കും അല്ലെങ്കിൽ ലെബനനിലെ ഹിസ്ബുള്ളയിലേക്കും ഇസ്രായേൽ കടന്നു കയറിയതും അന്നേരം തന്നെ അതിന് തിരിച്ചടി അവിടെ കൊടുത്തതും. ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ശാശ്വതമായ ഒരു പരിഹാരം സമാധാനമല്ല. ഈ രാജ്യങ്ങളിൽ ഇസ്രയേല് ഒന്നുകിൽ ഇല്ലാതാകണം, അല്ലെങ്കിൽ ഇറാൻ ഒന്നുകിൽ ഇല്ലാതാകണം. ആ ഒരവസ്ഥയാണ് ഇനി ഭാവിയിൽ ഉണ്ടാകുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ അഭിലാഷി രമേശ്, അമേരിക്കൻ സൈന്യം ഇപ്പോഴും ഇവിടെ നിലകൊള്ളുന്നു, എങ്ങും പോയിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ യുദ്ധത്തിനുള്ള സാധ്യത കൂടി ഇനി വേണമെങ്കിൽ നമുക്ക് മുന്നിൽ കാണാവുന്നതല്ലേ? കാരണം ഇനിയുള്ള ആക്രമണം, അമേരിക്കയുടെ മുന്നറിയിപ്പ് അനുസരിച്ച് വലിയ ആക്രമണം തന്നെ നടത്തും. JD വാൻസ് തന്നെ ചർച്ചകൾക്കിടയിൽ പറഞ്ഞു എന്നുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു. കാരണം ഇനിയും മറ്റ് മിലിറ്ററി ഓപ്ഷൻസും ഞങ്ങളുടെ മുന്നിൽ ഉണ്ട് എന്ന് ഉള്ള ഒരു മുന്നറിയിപ്പ് കൂടി കൊടുത്തു എന്ന് പറയുന്ന ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അപ്പോൾ അമേരിക്ക ഒരുപക്ഷെ ഈ വെടിനിർത്തൽ കരാർ കൃത്യമായി പാലിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ, അതുമല്ലെങ്കിൽ അഥവാ പാലിച്ചാൽ പോലും ഈ അമേരിക്കൻ സൈന്യം ഇവിടെ നിലകൊള്ളുന്നത് മറ്റൊരു വലിയ യുദ്ധത്തിനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാനുള്ള സാധ്യതകളുണ്ടോ? ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം അങ്ങോട്ട് സൂചിപ്പിച്ചോട്ടെ. ഈ യുദ്ധം ആരംഭിച്ചത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്ല. ഈ യുദ്ധം ആരംഭിച്ചത് ഇറാന്റെ ഇസ്ലാമിക ഭരണകൂടമാണ്. അത് 1979 നവംബർ 4-നാണ്. അതായത് US എംബസി, ടെഹ്റാനിലെ US എംബസി ആക്രമിക്കപ്പെടുകയും 52 അമേരിക്കൻസിനെ അവിടെ ബന്ദികളാക്കി 444 ദിവസം വെക്കുകയും ചെയ്തതിനു ശേഷം ഇപ്പോൾ ഒരു 50 വർഷത്തോളം കഴിഞ്ഞതിനപ്പുറവും ഇപ്പോഴും ഈ അമേരിക്കക്കാർക്കെതിരെ അല്ലെങ്കിൽ അമേരിക്കൻ പൗരന്മാർക്കെതിരെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഏത് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ നടത്തുന്നതിലും ഭീകരമായിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുള്ളതും വേറെ ആരുമല്ല, ഇറാനിലെ ഭരണകൂടമാണ്, ജനതയല്ല. സോ ഈ ഒരു യുദ്ധം തീരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം 47 വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന ആ ഭരണകൂടം, അത് അമേരിക്കൻ ജനതയ്ക്കോ അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ നടത്തിയിട്ടുള്ള നിരന്തരമായ അക്രമങ്ങൾക്കുള്ള എന്നേക്കുമായിട്ടുള്ള ഒരു പരിഹാരമായിട്ട് തന്നെ ഇത് പരിണമിക്കാൻ പോവുകയാണ്. കാരണം നമ്മൾ ഏതൊരു തരം അനാലിസിസ് അമേരിക്കയിൽ നിന്നുള്ളത് വന്ന് നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റുന്നത് ഇത് തന്നെയാണ്. കാരണം ഇത് പ്രസിഡന്റ് ട്രംപ് തുടങ്ങി വെച്ച യുദ്ധമല്ല. ഇത് ഇറാൻ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ, ങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച യുദ്ധമാണ്. അതിന്റെ പരിണതി സംഭവിക്കാൻ പോകുന്നത് 2026 എന്നതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ഈ യുദ്ധം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതാണ് പീസ് ടോക്സ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു റീഅഷ്വറൻസ് ഉണ്ടാവുന്നു. പക്ഷേ ഈ റീഅഷ്വറൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ പോലും അടഞ്ഞുകൊണ്ട് ഈ യുദ്ധം മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയായിരിക്കും ഒരു പക്ഷേ ഈ ചരിത്രത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കാണേണ്ടി വരിക. നമ്മൾ അനലൈസ് ചെയ്താലും നോക്കേണ്ടത് ഇറാനിലെ നിലവിലെ ഭരണകൂടം, ആ രാജ്യം ആ ഭരണകൂടം അമേരിക്കയ്ക്ക് മാത്രമല്ല, ഇസ്രായേലിന് മാത്രമല്ല, ഗൾഫ് കോപ്പറേഷൻ കൺട്രീസിൽ ഉൾപ്പെടെ ആ മേഖലയ്ക്ക് തന്നെ വളരെ വലിയ ഒരു അപകടകരമായ സാന്നിധ്യമായി നിലനിൽക്കുകയാണ്. അത് മാറുക എന്നുള്ളത് തന്നെയാണ് ഈ പറയുന്ന യുദ്ധത്തിന്റെ അവസാനം. അതിനുശേഷം മാത്രമേ യുദ്ധം നിലയ്ക്കുകയുള്ളൂ. പ്രോബബ്ലി ഇപ്പോൾ ഉള്ള കുറച്ച് ദിവസത്തെ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു റീഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ ഒരു റീകൂപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്റൽ റീഗാദറിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സമയമായിട്ട് വേണം നമ്മൾ അതിനെ കണക്കിലാക്കി എടുക്കുന്നത്. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെന്നുള്ള വലിയൊരു മാറ്റം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. കാരണം പാകിസ്ഥാൻ കൊട്ടിഘോഷിച്ചതുപോലെയുള്ള രീതിയിലുള്ള ആ ഒരു പീസ് എഗ്രിമെന്റ് എന്തും ഉണ്ടായിട്ടില്ല. ദ വാർ ഇസ് കണ്ടിന്യൂയിങ് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇസ്രായേലിൽ നിന്ന് ഷൈനി ബാബുവും കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്രായേലിൽ നിന്നും അറിയാൻ ആഗ്രഹിക്കുന്നത് ശ്രീമതി ഷൈനി ബാബു, തീർച്ചയായിട്ടും അവിടുത്തെ ജനജീവിതം എങ്ങനെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരുപാട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അടക്കം പല രീതിയിലുള്ള വാർത്തകളും പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിൽ ഇപ്പോൾ ഈ വെടിനിർത്തൽ ഉണ്ടായതുകൊണ്ട്
എന്താണ് ഇസ്രായേലിൽ ഉള്ള ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾക്ക് തോന്നുന്നത്? എന്ത് വികാരമാണ് അവിടെയുള്ള മനുഷ്യർ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമസ്കാരം. എനിക്ക് പരിചയമുള്ള രണ്ട് മുഖങ്ങളെ സ്ക്രീനിൽ കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വരെ എല്ലാവരും TV-യിൽ കണ്ടന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടന്റ്സിന് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു, കാര്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഒരു സീസ് ഫയർ വന്നതിന് ശേഷം ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്തത് ഷെക്കിന TV മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു സന്തോഷം പ്രത്യേകം അറിയിക്കട്ടെ. കാരണം ഒരു സീസ് ഫയർ ഒക്കെ വന്നു കഴിയുമ്പോൾ അതൊരു സമാധാന അന്തരീക്ഷമാണല്ലോ. പിന്നെ ഇനിയിപ്പോൾ അവിടുന്ന് എന്ത് കിട്ടാനാ എന്നുള്ള അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ. അതിന് തന്നെ ഒരു പ്രത്യേക നന്ദി. സീസ് ഫയർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് വെടിനിർത്തൽ കരാറ് പ്രാബല്യത്തിൽ വന്നു, എല്ലാം കഴിഞ്ഞു, അവിടെ എല്ലാം സമാധാനമായി എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യം എപ്പോഴും യുദ്ധത്തിലൂടെ കടന്നു പോകേണ്ട ഒരു രാജ്യമാണ്. അത് അക്സെപ്റ്റ് ചെയ്ത ഒരു ജനതയാണ് യഹൂദ ജനത, അല്ലെങ്കിൽ ഇവിടേക്ക് ജോലിക്ക് വരുന്ന ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഞങ്ങളടക്കമുള്ള ആൾക്കാർ, എല്ലാവരും തന്നെ. നമ്മൾ ഇതുമായിട്ട് ഗെറ്റ് യൂസ്ഡ് ആയി. ഇത് പല ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഷെക്കിന TV-യിൽ അടക്കം നമ്മുടെ പല ചർച്ചയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ജീവിക്കുന്ന ഇവിടുത്തെ സിറ്റിസൺഷിപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഫോറിൻ വർക്കേഴ്സ് ആയിട്ടുള്ള എല്ലാവരും, ഞങ്ങൾ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു തുടങ്ങി. എപ്പോഴും യുദ്ധം മൂർച്ഛിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭീതിയും കുറച്ച് വിഷമങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഏറ്റവും കൂടുതൽ യുദ്ധത്തിന്റെ ആ ഒരു അന്തരീക്ഷം വരുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത് യുദ്ധത്തിന്റെ ആ ഒരു അന്തരീക്ഷവും, പേടിപ്പിക്കുന്ന ആ ഒരു വോയിസും, പിന്നെന്താ പറയുന്നത്, ആ ഒരു ബോംബ് പൊട്ടുന്നതിന്റെ ആ ഒരു സ്വരവും, അങ്ങനെയൊക്കെയുള്ള സേഫ്റ്റി റൂമിലേക്ക് പോവേണ്ടതിന്റെ ആ ഒരു ബുദ്ധിമുട്ട്, പോകാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമായിരുന്നു. പക്ഷെ ഏറ്റവും അടുത്തായിട്ട് നമ്മൾ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഇവിടുത്തെ ആൾക്കാരുടെ കാര്യം ആദ്യം പറയാം. ആദ്യം അവർക്ക് അവരുടെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റുള്ള രാജ്യങ്ങൾ, അതായത് ഇസ്രായേൽ ആക്രമിക്കുന്നു എന്നെല്ലാവരും പറയുന്ന രാജ്യങ്ങൾ, പാലസ്തീൻ ആയിക്കോട്ടെ, ഇറാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലെബനൻ ആയിക്കോട്ടെ, ഈ രാജ്യങ്ങളെല്ലാം തന്നെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ ഹ്യൂമൻ ഷീൽഡ് ആക്കി നിർത്തിക്കൊണ്ട് അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈ രാജ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യുന്നത്, കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് എങ്ങനെ സുരക്ഷിതത്വം കൊടുക്കാവുന്നതാണ് അവരാദ്യം ചിന്തിക്കുന്നത്. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യമാണ്: ഒന്ന് സ്കൂളുകള്, രണ്ട് ആശുപത്രികൾ. സ്കൂളുകൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പളേ ക്ലോസ് ചെയ്യും. പിന്നെ ഇവിടുത്തെ മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള ഒരു അവസരമില്ല. അവർ വീടുകളിൽ ഇരുന്നാണ് പഠിക്കുന്നത്. സൂമിലും ഗൂഗിൾ മീറ്റിലും, ഇപ്പൊ നമ്മൾ ഡിസ്കഷൻ ഇരിക്കുന്നത് പോലെയൊക്കെ ഗൂഗിളിലും സൂം മീറ്റിലും ഒക്കെയാണ് അവർ പഠിക്കുന്നത്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ സ്കൂളുകൾ അന്നേരെ അടച്ചുപൂട്ടും. അതുപോലെ തന്നെ ആശുപത്രികൾ എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിൽ കാണുന്ന ആശുപത്രി സൗകര്യങ്ങളല്ല ഇവിടുത്തെ സൗകര്യങ്ങൾ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും പ്രത്യേകം ബിൽഡിങ്ങും, ഒരു മുറിയിൽ 2, 3, 4 പേഷ്യൻസ്, മാക്സിമം പോയാൽ 5 പേഷ്യൻസ്, അതിൽ കൂടുതൽ ഉണ്ടാവാറില്ല. അങ്ങനെയുള്ള ഒരു അവസരങ്ങളാണ് ഇവിടുത്തെ ഹോസ്പിറ്റലുകളിലുള്ളത്. അത് പ്രൈവറ്റ് എന്നോ ഗവൺമെന്റ് എന്നോ അങ്ങനെ എന്താ പറയാ, വിവേചനമൊന്നുമില്ല. ഹെൽത്ത് ഇൻഷുറൻസ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്ന ഒരു സൗകര്യങ്ങളൊക്കെയാണ്. പക്ഷെ യുദ്ധം വരുമ്പോൾ എന്ത് ചെയ്യും? ഈ പേഷ്യൻസിനെ എല്ലാം അതാത് ഹോസ്പിറ്റലുകളുടെ ഏറ്റവും താഴെയുള്ള സേഫ്റ്റി റൂമായിട്ടുള്ള വലിയ ഹാളിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരു റൂമിൽ തന്നെ, ഒരു വലിയ സേഫ്റ്റി റൂമിൽ തന്നെ ബെഡുകൾ നിരത്തി അടുക്കി, അതായത് നമ്മുടെ നാട്ടില് ഗവൺമെന്റ് ആശുപത്രികളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കാഴ്ച, അതാണ് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഇവിടെ ഹോസ്പിറ്റലുകളിൽ കാണുന്നത്. അപ്പൊ അത്രയും സുരക്ഷിതമായിട്ട് സ്കൂളുകളാണെങ്കിലും ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇവിടുത്തെ ഗവൺമെന്റ്, ഈ രാജ്യം. അപ്പൊ ഈ രണ്ട് മേഖല ഇന്ന് മുതൽ കുറച്ചൊരാശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അവരുടെ മക്കളെല്ലാം ഇന്നു മുതൽ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി. സ്കൂളുകൾ റീഓപ്പൺ ആയി. ഹോസ്പിറ്റലുകൾ ചിലപ്പോൾ ഒരുപക്ഷെ കുറേയേറെ സമയം എടുക്കും. കാരണം നമുക്കറിയാലോ, ഈ ICU CCU പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ സൗകര്യങ്ങളൊക്കെ, ആ സിസ്റ്റമൊക്കെ അതുപോലെ മൂവ് ചെയ്ത് ഒരു സേഫ്റ്റി റൂമായിട്ടുള്ള വലിയൊരു ഹോളിലേക്കൊക്കെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അതൊക്കെ വലിയൊരു കാര്യമാണ്. അതൊക്കെ നമ്മളിത് കണ്ടു പഠിക്കേണ്ട ഒരുപാട് ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ സർവീസുകളൊക്കെ ചിലപ്പം ബാക്ക് ടു നോർമൽ ആവാനായിട്ട് ഇനിയും സമയം എടുക്കും. കാരണം ഇത് ഈ സീസ് ഫയർ എന്ന് പറയുന്നത് അത്ര വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സീസ് ഫയർ ഒന്നും അല്ലല്ലോ. കാരണം ഇറാനുമായിട്ട് മാത്രം ഒരു 2 ആഴ്ചത്തേക്ക് തൽക്കാലമായിട്ടുള്ള ഒരു സീസ് ഫയറിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോഴും ലെബനനുമായിട്ട് അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായിട്ട് ഒരു സീസ് ഫയർ ഒന്നും ഇതുവരെയും ആയിട്ടില്ല. ഇന്നിപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നഹാരിയ, അക്കോ, അങ്ങനെയുള്ള ആ ഒരു ലെബനൻ ബോർഡർ ഷെയർ ചെയ്യുന്ന
സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളൊക്കെ നമ്മൾക്കുണ്ട്. അവരൊക്കെ ഇപ്പോഴും ഇന്നും പല പ്രാവശ്യം സേഫ്റ്റി റൂമിൽ കയറി ഇറങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെബനൻ ബോർഡറിലുള്ള ആ ഒരു ഞങ്ങളടക്കം, ഞാനൊക്കെ അടക്കമുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ, ഞങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു സീസ് ഫയർ ഒരു ആശ്വാസകരമായിട്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇസ്രായേൽ ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യം മൊത്തം ഒരു സീസ് ഫയർ, ഒരു ശാന്ത അന്തരീക്ഷം എന്ന് പറയാറായിട്ടില്ല. എന്നാൽ പോലും ഇറാനുമായിട്ടുള്ള ആ ഒരു സീസ് ഫയർ വെച്ചിട്ട് ഇവിടുത്തെ ജനജീവി എപ്പോഴത്തെയും പോലെ തന്നെ സുഗമമായിട്ട് വലുതായിട്ട് പറയാനുള്ളത് ഈ വിദ്യാഭ്യാസ രംഗവും ആരോഗ്യ രംഗവും കുറച്ച് മെച്ചപ്പെട്ടു വരുന്നു. വരും ദിവസങ്ങളിൽ നമുക്കത് നേരിട്ട് കാണേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് 1-2 ദിവസം കൊണ്ടൊന്നും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. എന്നിരുന്നാൽ പോലും സ്കൂളുകൾ പ്രവർത്തനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഹോസ്പിറ്റല് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ രക്ഷിക്കാം. പിന്നെ ഞങ്ങളെ പോലെയുള്ളവർ, ഫോറിൻ വർക്കേഴ്സ് ആയിട്ടുള്ളവരുടെ കാര്യം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഈ ഒരു യുദ്ധം തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ വാറിന്റെ ഭീതിയോ അല്ലെങ്കിൽ ബോംബിന്റെ സൗണ്ടോ അല്ലെങ്കിൽ ഈ എന്താ പറയുക സേഫ്റ്റി റൂമിലേക്ക് പോകേണ്ട ബുദ്ധിമുട്ടോ ഇതൊന്നും അല്ല. ഇവിടുന്ന് നാട്ടിലേക്ക് ലീവിന് പോയിട്ട് തിരിച്ചു വരാൻ പറ്റാതെ നാട്ടിൽ സ്റ്റക്കായി പോയ കുറെ ആൾക്കാരുണ്ട്. അതെന്തുകൊണ്ടാ? എയർപോർട്ട് ക്ലോസ് ആയി പോയത് കൊണ്ടാണ്. അല്ലാതെ ഇങ്ങോട്ട് ഈ നാട്ടിലേക്ക് വരാനുള്ള ഭീതി കൊണ്ടൊന്നും അല്ല. പിന്നെ ഇവിടെ ഇപ്പോഴും ഈ യുദ്ധാന്തരീക്ഷത്തിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാട്ടിലേക്ക് ലീവിന് പോവാനായിട്ട് കാത്തു നിന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മുടെ മക്കൾക്ക് സ്കൂൾ അവധി സമയമാണ്. ഈസ്റ്ററിന്റെ സമയമായിരുന്നു. പെസഹ, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ ഞായറൊക്കെ കുടുംബത്തോട് ഒപ്പം കഴിച്ചു കൂട്ടണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് ആൾക്കാർ ഇവിടെ സ്റ്റക്കായി പോയവരുണ്ട്. എന്തുകൊണ്ടാ? എയർപോർട്ട് ക്ലോസ് ആയി പോയതുകൊണ്ടാണ്. പക്ഷെ ആ എയർപോർട്ട് ക്ലോസ് ആയെങ്കിൽ പോലും ജോർദാൻ, ഈജിപ്ത് 2 ബോർഡറും തുറന്നു കൊടുത്തുകൊണ്ട് ഇസ്രായേലിൽ നിന്ന് പോകാനും വരാനുമുള്ള സൗകര്യം ഈ ഗവൺമെന്റ് ഏർപ്പെടുത്തി. പക്ഷേ അങ്ങനെ വരുമ്പം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിരുന്ന ടിക്കറ്റിന് ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഈ ജോർദാൻ അല്ലെങ്കിൽ ഈജിപ്ത് ബോർഡർ കടന്നു വരണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ദിവസത്തേക്ക് ഈജിപ്തിലെ ആണെങ്കിലും ജോർദാന്റെ ആണെങ്കിലും വിസ വാങ്ങിക്കണം. ആ വിസയ്ക്ക് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം. ചിലപ്പോൾ മണിക്കൂറുകളോളം ഒരു ദിവസമോ നമ്മൾ ഈ 2 രാജ്യത്ത് ഏതെങ്കിലും ഒരു ദിവസത്തെ ഒരു ഹോട്ടലിൽ നമ്മൾ തങ്ങേണ്ടിയിരിക്കുന്നു. അപ്പൊ ആ ഹോട്ടലിലെ എക്സ്പെൻസസ് നമ്മൾ കൊടുക്കണം. അപ്പം വെറും ഒരു 1 ലക്ഷം രൂപയ്ക്കുള്ളിൽ നാട്ടിൽ പോയി വരാൻ പറ്റുമായിരുന്ന ഒരു സാഹചര്യത്തില് അത് 1,60,000 1,70,000 രൂപയിലേക്കൊക്കെ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പം പല ആൾക്കാരും ഷൈനി ബാബു ഇസ്രായേലിൽ നിന്ന് ഇത്രയും സമയം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അല്പസമയത്തിനകം വീണ്ടും ഷൈനി ബാബുമായിട്ട് നമുക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും ശ്രീ ജോസ് കുമ്പളുവേലിൽ, ഷൈനി ബാബു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ പലപ്പോഴും വാറിലൂടെ തന്നെ നിരന്തരമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ചെറുത് അല്ലെങ്കിൽ വലുതായിട്ടുള്ള യുദ്ധവുമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നത്? പക്ഷേ ഹൊർമൂസ് ഇപ്പോഴും തുറക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല. ഇറാൻ പറയുന്നത് ഇസ്രായേൽ ലെബനോനിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിക്കട്ടെ എന്ന് പറയുന്നു. നാറ്റോ രാജ്യങ്ങളുടെ ഒരു മനോഭാവം എന്തായിരിക്കും? കാരണം ഇപ്പോൾ തന്നെ ട്രംപ് ഭീഷണി മുഴക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. നാറ്റോ രാജ്യങ്ങളുടെ ഒരു മനോഭാവം ഈ കാര്യങ്ങളിൽ എങ്ങനെയിരിക്കും? നാറ്റോയെ പറ്റി പറയുമ്പോൾ നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ഇപ്പോൾ ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. അതായത് മാർക്ക് റൂട്ടേഴ്സ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും നാറ്റോയോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോ നേരിട്ട് ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ അക്കാര്യം ഒരു പ്രാവശ്യം കൂടി അടിവരയിട്ട് പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ, അതായത് ഇന്ന് ഏപ്രിൽ 9 രാവിലെ തന്നെ ട്രംപിന്റെ പുതിയൊരു അന്ത്യശാസനമാണ് യൂറോപ്പിന്റെ മേൽ ഉണ്ടായിരിക്കുന്നത്. അതായത് പറഞ്ഞിരിക്കുന്നത് ഹോർമൂസ് കടലിടുക്കിൽ സൈനിക സഹായം നൽകണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ഒരു അന്ത്യശാസനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധ കപ്പലുകളോ അല്ലെങ്കിൽ മറ്റ് സൈനിക സഹായങ്ങളോ നൽകുമെന്ന് ഉറപ്പ് നൽകണമെന്നാണ് ഈ അന്ത്യശാസനത്തിന്റെ പൊരുള്. അതിന്റെ ഒപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇതിന് സഹായിക്കാത്ത രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് പറയുമ്പോൾ ഏതാണ്ട് യൂറോപ്പിലെ 12 രാജ്യങ്ങളില് അമേരിക്കയുടെ സന്നാഹമുണ്ട്, അമേരിക്കയുടെ എയർബേസ് ഉണ്ട്. അതിലേറ്റവും കൂടുതൽ ജർമ്മനിയിലാണ് പട്ടാളമുള്ളത്. ഏതാണ്ട് 34,000 പേരുണ്ട്.
രണ്ടാമത് ഇറ്റലിയാണ്. എനിക്ക് തോന്നുന്നുണ്ട് 15,000-ഓളം ആളുകളുണ്ട്. അങ്ങനെ 12 രാജ്യങ്ങളിൽ ഉള്ളതിൽ നിന്ന് പിൻവലിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണിപ്പെടുത്തൽ. പക്ഷെ ഇതുവരെ ജർമ്മനി ഇതിനോട് കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല, പ്രതികരിച്ചിട്ടില്ല. കാരണം പ്രതികരിക്കേണ്ട സമയമല്ലിത്. ഇതിനു മുമ്പ് തന്നെ ജർമ്മനിയുടെ ചാൻസലർ മെർസ് ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ജർമ്മനിയുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ഞങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കില്ല എന്ന്. അപ്പൊ ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുമ്പോൾ അത് ദിവസേന 140 കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ആ ഒരു വേയിൽ കൂടെ ഏതാണ്ട് 15ഓളം മാത്രമേ ഇപ്പം കടന്നു പോകുന്നു. അപ്പോൾ അത്രയും കുറവ് വന്നിരിക്കുന്ന സമയത്ത് അത് ഇപ്പൊ ഇന്ത്യ ഉൾപ്പെടെ, ഇന്ത്യക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെട്ട ഒരു സമയമാണ് ഇത്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് മോഡിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഇടപെടലും ഇന്ത്യയുടെ എങ്ങും തൊടാത്ത ഒരു പ്രവൃത്തിയും കണ്ടുകൊണ്ടായിരിക്കണം ഇറാൻ അതിന് കൂടുതൽ സമ്മതം മൂടി. അതുകൾ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പൊ അത് തന്നെ ഈ യൂറോപ്പിനെ സംബന്ധിച്ച് ഇപ്പൊ ഇവിടുന്ന് പല കാര്യങ്ങളും, ഓയിലായാലും മറ്റ് പല വ്യഞ്ജനങ്ങളായാലും മറ്റ് എന്തുമായിക്കോട്ടെ, ഷിപ്പ് വഴി ഇങ്ങോട്ട് വരേണ്ട സ്ഥാനത്ത് പലതും വരുന്നില്ല. അതുകൊണ്ട് എന്താ, ഇവിടുത്തെ ജർമ്മനിയിലെ അല്ലെങ്കിൽ യൂറോപ്പിലെ സകലമാന സാധനങ്ങൾക്കും അല്ലെങ്കിൽ ഒരു വില വർധനവ് മാത്രമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇന്നലെ വെടിനിർത്തൽ ഉണ്ടായതിന്റെ ശേഷം ഏതാണ്ട് ഒരു 4 മണിക്കൂറോളം 5 മണിക്കൂറോളം ഇവിടുത്തെ ഓയിലിന്റെ വില അല്ലെങ്കിൽ ഇന്ധനത്തിന്റെ വില കുറഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരു വലിയ സന്തോഷമായിട്ട് ജർമ്മൻകാരെടുത്ത്, ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം പറഞ്ഞതാണ്. അപ്പോൾ ഏറ്റവും കുറച്ച് പൈസ ഇന്ധനത്തിന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പോക്കറ്റ് ഒരല്പം വലിപ്പം കൂടുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഇങ്ങനെ ഇത് പോയി കഴിഞ്ഞാൽ ഈ 15 കപ്പലുകൾ മാത്രം കടത്തി വിടുകയുള്ളൂ എന്ന് ഇറാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ നാറ്റോയുടെ കാര്യം പറയുമ്പോൾ മാർക്ക് റൂട്ടേഴ്സ് പറഞ്ഞതുപോലെ ഒരു കാരണവശാലും ഇപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ സഹായത്തിനായി എത്തത്തില്ല. അത് ചിലപ്പോൾ വീണ്ടും ട്രംപിനെ ചൊടിപ്പിക്കും. അതിന് ചിലപ്പോൾ ആരും തന്നെ മറുപടി പറയില്ല. ഇനി മറുപടി പറഞ്ഞാൽ തന്നെ വീണ്ടും പഴയ ആവർത്തനം തന്നെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ട്രംപിന്റെ യൂറോപ്പിനെ അല്ലെങ്കിൽ നാറ്റോയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യവും ഈ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഡോക്ടർ, തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ നാറ്റോയുടെ കാര്യത്തിലേക്ക് ഒന്നുകൂടി നമ്മൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു 50%, 50% മുകളിൽ ചിലവ് നാറ്റോയുടേത് വഹിക്കുന്നത് അമേരിക്കയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പലപ്പോഴും ഈ പല അനലിസ്റ്റുകളും പറയുന്ന ഒരു സാഹചര്യം നാറ്റോയുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളൊരു ആശങ്ക ഉയർത്തുന്നുണ്ടായിരുന്നു. കാരണം ട്രംപിന്റെ സ്വഭാവം നമുക്കറിയാം. അതുപോലെ തന്നെ ഇസ്രായേലിൽ യുദ്ധം നടക്കുമ്പോൾ തീർച്ചയായിട്ടും റഷ്യയുമായിട്ടുള്ള ഉക്രൈൻ്റെ യുദ്ധത്തിൽ ഒരു ലെവറേജ് എപ്പോഴും ട്രംപിന്റെ പക്കൽ ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് തന്നെ നാറ്റോയെ ഏതെങ്കിലും തരത്തിൽ ഈ പലരും ആശങ്കപ്പെടുന്നത് പോലെ നാറ്റോയുടെ ഭാവി ഇരുളടഞ്ഞതായി മാറാൻ സാധ്യതയുണ്ടോ ഈ യുദ്ധത്തിലൂടെ? എനിക്കവിടെ പറയാനുള്ളത്, ഈ മാർക്ക് റൂട്ട് അറിയപ്പെടുന്നത് ട്രംപ് വിസ്പറർ എന്നാണ്. അതായത് ട്രംപിന്റെ കാതായ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ പറയുകയാണ്, ട്രംപ് ക്ലിയർ ആൻഡ് ഫ്രാങ്ക് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഒക്കെ ഒരു ഡിസ്കഷനൊക്കെ ഉണ്ടായി, എന്നിൽ പോലും ട്രംപ് വളരെ അൺഹാപ്പിയാണ് എന്നറിയിച്ചിട്ടുണ്ട്. അപ്പം ഗിവൺ ദ ഫാക്ട് ദാറ്റ് ട്രംപിന് പല കാര്യങ്ങളിലും വളരെ റാഡിക്കൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സ്കില്ല് തന്നെയാണ്. അത്തരത്തിലൊരു ഒരു ടെമ്പറമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം, US വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പിന്മാറുന്നു, ഫണ്ട് പിൻവലിക്കുന്നു, അതുപോലെ തന്നെ യുഎനുള്ള ഫണ്ട് പലതും കട്ട് ചെയ്യുന്നു. സോ അപ്പം ഈ രീതി നോക്കിക്കഴിഞ്ഞാൽ കോൾഡ് വാർ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നെല്ലാം US പിന്മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുതിയ ലോകക്രമത്തിൽ USന്റെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന പഴയ സഖ്യങ്ങളിലെ പഴയ പാർട്ട്നേഴ്സിനെയൊക്കെ തന്നെ ഒഴിവാക്കുന്നതിന് യാതൊരു മടിയും ട്രംപിന് ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമാണ്. സോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നും അദ്ദേഹം ഗ്രീൻലൻഡിന്റെ കാര്യം പറയുകയുണ്ടായി. ദാറ്റ് പീസ് ഓഫ് ഐസ് എന്ന് പറയുന്ന ഒരു
കമന്റ് ഒക്കെ വന്നിരുന്നത്. സോ അപ്പം നാറ്റോയെ സംബന്ധിച്ച് നോക്കിയാലും നാറ്റോയുടെ പകുതിയിൽ കൂടുതൽ ഫണ്ടിങ് നൽകുന്നതും അല്ലെങ്കിൽ മിലിറ്ററി ഹാർഡ്വെയർ ആയാലും അല്ലെങ്കിൽ മറ്റു ലോജിസ്റ്റിക്സ് ആയാലും എല്ലാം ചെലവ് വഹിക്കുന്നതും അതുപോലെ തന്നെ മറ്റ് കൊളാട്രൽ കോസ്റ്റ് ആയാലും അതെല്ലാം എടുക്കുന്നത് US തന്നെയാണ്. സോ ആവശ്യം വരുന്ന സമയത്ത് ഉപകാരമില്ലാത്ത ഒരു സംവിധാനത്തെ വീണ്ടും ഒരു ലയബിലിറ്റി പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പക്ഷേ ട്രംപ് തയ്യാറാക്കിയെന്നില്ല. സോ ഇതൊരു റിയാലിറ്റി തന്നെയാണ്. ഗിവൺ ട്രംപ്സ് ടെമ്പറമെന്റ് നമുക്കറിയാവുന്നതാണ്. ഇപ്പൊ ഇത്തരത്തിലൊരു സാധ്യതകളൊക്കെ ഉണ്ടാവാം. അതുപോലെ തന്നെ ഇത്തരം സഖ്യങ്ങൾക്കകത്തുള്ള ഈ ബന്ധങ്ങളിലെ ശിഥിലത നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇവിടെ. കാരണം നാറ്റോ അലയൻസ് ഉണ്ടായത് പഴയ സോവിയറ്റ് യൂണിയനെ ചെക്ക്മേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കോൾഡ് വാർ പീരീഡിൽ. അപ്പോൾ അതിന്റെ സാങ്കത്യം ഇന്നുണ്ടോ? ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു അൺഹെൽത്തി അൺഫ്രണ്ട്ലി അലയൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത എന്തിനാണ് US മാത്രം ഉണ്ടാവേണ്ടത്? ഇതും ഒരു ചോദ്യം തന്നെയാണ്. സോ അപ്പം പുതിയ കാലത്തുള്ള ട്രംപിന്റെ പോളിസീസ്, ഇപ്പൊ നമ്മളിവിടെ ഒരു കാര്യം കൂടെ ആലോചിക്കണം. ട്രംപിന്റെ ഫോറിൻ പോളിസി ഡോക്ട്രിൻ, ഇപ്പൊ ഒബാമ ഡോക്ട്രിൻ എന്നൊക്കെ പറഞ്ഞത്, ട്രംപിന്റെ ഫോറിൻ പോളിസി ഡോക്ട്രിൻ പീസ് ത്രൂ സ്ട്രെങ്ത് എന്നാണ്, പീസ് ത്രൂ നെഗോസിയേഷൻ അല്ല. സോ അതുകൊണ്ടൊക്കെ തന്നെ ട്രംപ് ഉദ്ദേശിക്കുന്നത് ശക്തി വഴി അല്ലെങ്കിൽ കരുത്ത് വഴി ലോങ് ടേം ആയിട്ടുള്ള പീസ് അല്ലെങ്കിൽ സമാധാനം എന്നൊരു വസ്തുതയാണ്. അതിന് കൂടെ നിൽക്കാൻ നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ദെയർ ലോസ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്ത് തന്നെയായാലും ട്രംപിന് ഇനിയും ഒരു 2 വർഷം കൂടിയുണ്ട് ഭരണത്തിൽ. സോ അപ്പം ശാക്തിക ചേരികൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഉപകാരപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഷൈനി ബാബു, നമുക്ക് ഇപ്പൊ കഴിഞ്ഞ മണിക്കൂറുകളിൽ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ തീർച്ചയായിട്ടും ഫ്രാൻസിന്റെ ഭാഗത്തുനിന്ന്, സ്പെയിനിന്റെ ഭാഗത്തുനിന്ന് അടക്കം ഇപ്പോൾ ഇസ്രായേൽ ലെബനോനിലേക്ക് നടത്തുന്ന ആക്രമണത്തെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഇത്രയും കാലം നിന്ന് ആ രാജ്യത്തിന്റെ പൾസ് അറിഞ്ഞ ഒരു ആള് എന്ന നിലയിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ നിർത്തും എന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ ആളുകളുടെ ഒരു ടെമ്പർമെന്റ് ഈ ആക്രമണങ്ങളോടും അതുപോലെ വെടിനിർത്തലോടും അതുപോലെ ഈ യുദ്ധത്തോടും ഒക്കെ ഉള്ളത് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പം പല പ്രാവശ്യം നമ്മുടെ ആദരണീയനായ ബെഞ്ചമിൻ നെതന്യാഹു, ഇവിടുത്തെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ പല കാര്യമുണ്ട്. ഇസ്രായേൽ ആയുധം താഴ്ത്തി വെച്ചാൽ പിന്നെ ഇസ്രായേൽ ഉണ്ടാവില്ല. അത് പല പ്രാവശ്യം അവർ പറഞ്ഞാണ്. അതേസമയം മറ്റുള്ള തീവ്രവാദ സംഘടനകൾ ആയുധം താഴെ വെച്ചാൽ ലോകത്ത് സമാധാനം വരും. ഇത് നേരത്തെ തന്നെ പല പ്രാവശ്യം ചർച്ച ചെയ്യപ്പെടുകയും ഒരുപാട് പേര് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുകയും ഇപ്പോഴും ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടും ഇരിക്കുന്ന ഒരു കാര്യമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം, കേരളത്തിന്റെ 1/3 പോലും വലിപ്പമില്ലാത്ത ഒരു രാജ്യം, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പല പ്രാവശ്യമായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യുദ്ധം അവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമല്ല അവർ നോക്കുന്നത്, ലോക സമാധാനമാണ്. ഈ ലോകം മൊത്തം സമാധാനം കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ യുദ്ധത്തിന്റെ പിന്നില്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോകാനായിട്ട് വേറൊരു രാജ്യമില്ല. അതേസമയം ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും മറ്റുള്ള ഏത് മതങ്ങളാണെങ്കിലും അവർക്കൊക്കെ ഏത് രാജ്യത്ത് പോയാലും അവർക്ക് എല്ലായിടത്തും അവർക്ക് ജീവിക്കാം. പക്ഷെ നമ്മളിപ്പോ ഇപ്പൊ ലോകമെമ്പാടും നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ എവിടെയാണ് ആന്റിസെമിറ്റിസം ഇല്ലാത്തത്? ഈവൻ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഈ ഒരു അടുത്ത കാലത്ത് ആന്റിസെമിറ്റിസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജൂതന്മാരെ ആൾക്കാർക്ക് കണ്ടുകൂടാ. അപ്പൊ ജൂതന്മാരെന്ന് പറയുന്ന ആ ജൂത വംശത്തിന് പിടിച്ചു നിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യമാണ് ഈ ഒരു ഇസ്രായേൽ രാജ്യം നിലനിൽക്കുക എന്നുള്ളത്. പിന്നെ ബൈബിള് എന്ന് പറയുന്ന ഒരു സത്യത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വിശ്വാസിക്കും നമുക്കറിയാവുന്ന കാര്യമാണ്, ഇതെല്ലാം എഴുതപ്പെട്ടവയാണ്, ഇതെല്ലാം സംഭവിക്കപ്പെടേണ്ടവയാണ്, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. അതൊക്കെ സംഭവിക്കാനുള്ളത് ആ ഒരു കാലത്തിൻ്റെതായ സമയത്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം യുദ്ധം നിർത്തിവെക്കുമെന്നോ അല്ലെങ്കിൽ അവര് അടിയറവ് പറഞ്ഞിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നോ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഇപ്പോഴത്തെ ഒരു സീസ് ഫയറിന്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇന്ന് രാവിലെ മുതൽ ഇവിടുത്തെ TV ചാനലുകളിലാണെങ്കിലും അല്ലാതെയുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ ആണെങ്കിലും നടത്തുന്ന ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേലിലുള്ള ആൾക്കാർ തന്നെ, നമ്മൾ പല പ്രാവശ്യം നമ്മുടെ ചാനലിൽ തന്നെ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 2 പക്ഷമുണ്ട്. അമ്മയെ തല്ലിയാലും 2 പക്ഷമുണ്ടെന്ന് പറയുന്നത് പോലെ ഇവിടെ ഇസ്രായേലിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാർക്കും ഇസ്രായേലിയരായിട്ടുള്ള യഹൂദന്മാരായിട്ടുള്ള ആൾക്കാർക്കിടയിലും 2 പക്ഷമുണ്ട്. യുദ്ധം വേണ്ട, എന്നേക്കുമായിട്ട് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം അവർക്ക് അവകാശപ്പെട്ടത് കൊടുത്തേക്ക്, അവരവരുടെ രാജ്യം ഉണ്ടാക്കിക്കോട്ടെ, നമുക്ക് സമാധാനമല്ലേ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു പക്ഷവുമുണ്ട്. എന്നാൽ നമുക്ക് നിലനിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറച്ച് സഖ്യകക്ഷികളുണ്ട്. അങ്ങനെ ഭരണപക്ഷത്താണെങ്കിലും അല്ലാതെയുള്ള ജനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും 2 പക്ഷമുള്ള ഒരു രാജ്യമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് ഒരു
തുല്യമായ ഒരു അഭിപ്രായം ഒരിക്കലും നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെയുള്ള ജനങ്ങളിലും രണ്ട് പക്ഷമുണ്ട്, അഭിപ്രായം രണ്ട് പക്ഷമുണ്ട്. ഏറ്റവും കൂടുതലായിട്ടുള്ള ആൾക്കാരും അവർ പറയുന്നത് ഇപ്പൊ ഈ ഇറാനുമായിട്ടുള്ള സീസ് ഫയർ പോലും അവർ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് എന്തിനാണ് അങ്ങനെ ഒരു അടിയറവ് വെക്കലോ അല്ലെങ്കിൽ ഒരു സീസ് ഫയർ എന്തിനാണ്? കാര്യങ്ങൾക്ക് വ്യക്തമായ തീരുമാനമില്ലാതെ നമ്മൾ ഇത്രയും നാളും സഹിച്ചത് എന്തിനാണ്? നമ്മളുടെ പട്ടാളക്കാർ എത്രയോ ആയിരങ്ങൾ പട്ടാളക്കാരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. എത്രയോ കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടു. എത്രയോ സിറ്റിസൻസിനെ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ ഈ സാക്രിഫൈസ് ചെയ്തതെല്ലാം എന്തിനു വേണ്ടിയാണ്? അപ്പൊ അതിനൊരു കൃത്യമായ തീരുമാനം ഇല്ലാതെ കുറച്ച് വർഷങ്ങൾ യുദ്ധം ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ യുദ്ധം ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ഭരണാധികാരികൾ എല്ലാവരും കൂടെ കൂടി ഒരു തീരുമാനമാക്കുന്നു. അവിടെ നമ്മൾ സീസ് ഫയർ വെക്കുന്നു, പിന്നെയും ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. നഷ്ടപ്പെട്ടത് ആർക്കാ? സിറ്റിസൻസിന്. അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തോടുള്ള വിശ്വാസം കൊടുക്കുന്നവർക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തോടുള്ള വിശ്വാസം കൊടുക്കുന്ന ആൾക്കാരെ പറ്റിക്കുന്ന ഒരു മനോഭാവം അങ്ങനെ കാണുന്ന ആൾക്കാരും ഉണ്ട്. രണ്ട് പക്ഷമാണ് ഇവിടെ, രണ്ട് പക്ഷവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ മജോറിറ്റി ഒരു അഭിപ്രായം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഭൂരിപക്ഷം ആൾക്കാർക്കും ഒരു സീസ് ഫയർ വെച്ച് ഇത് നിർത്തുന്നതിനോട് താല്പര്യമില്ലാത്ത ആൾക്കാർ തന്നെയാണ്. ഇതിന് വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവിടെ കൂടുതലും. മറ്റൊരു കാര്യം, ഈ ഇത്രയും ദിവസങ്ങൾ നീണ്ടു നിന്ന ഈ ആക്രമണത്തിൽ എത്രത്തോളം നഷ്ടങ്ങൾ ഇസ്രായേലിൽ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ നഷ്ടം എന്ന് പറയുന്നത് ഇവിടുന്ന് യുദ്ധത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ച, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച പട്ടാളക്കാരാണ്. വളരെ ചെറിയ ഏജിൽ, അതായത് 18 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ആ ഒരു സമയത്ത് ട്രെയിനിങ്ങിനായിട്ട് പോകുന്ന പട്ടാളക്കാരുണ്ട്. അതുപോലെ തന്നെ 21 വയസ്സിന് ശേഷവും ആ 21 വയസ്സ് വരെയുള്ള നിർബന്ധിത സൈനിക വിദ്യാഭ്യാസം നേടിയിട്ട് അവിടെ നിന്നിറങ്ങി അവരവരുടേതായ പഠനങ്ങളിലേക്കും ജോലികളിലേക്കും ഒക്കെ പോയിട്ട് യുദ്ധം വരുമ്പോൾ ഇവർ തിരിച്ചു വിളിക്കും. ഗവൺമെന്റ് തിരിച്ചു വിളിക്കും ആൾക്കാരെ. ഒരു ഇത്ര സർട്ടൻ ഏജ് വരെയുള്ള ആൾക്കാരെ, ഇസ്രായേൽ സിറ്റിസൻസിനെ അവർ യുദ്ധത്തിലേക്ക് പോകാനായിട്ട് തിരിച്ചു വിളിക്കും. അങ്ങനെ 18 വയസ്സ് തൊട്ട് ഒരു ഏകദേശം 50 വയസ്സ് അല്ലെങ്കിൽ 55 വയസ്സ് വരെയുള്ള പട്ടാളക്കാരായിട്ട് പോയിരിക്കുന്ന, രാജ്യത്തിന് വേണ്ടിയിട്ട് പോയി വീരമൃത്യു വരിച്ച പട്ടാളക്കാരാണ് ഇവിടുത്തെ രാജ്യത്തിലെ ഏറ്റവും വലിയ നഷ്ടം. പിന്നെ അതുപോലെ തന്നെ ഒക്ടോബർ 7 മുതൽ ഇതുവരെ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങള്, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങള്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, നമ്മൾ പല നാട്ടിലും മറ്റു പല നാട്ടിലും കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുമ്പോൾ നമ്മൾ നടക്കാൻ പഠിപ്പിക്കും, എഴുന്നേക്കാൻ പഠിപ്പിക്കും, ശബ്ദങ്ങൾ കേട്ടാൽ പ്രതികരിക്കാൻ പഠിപ്പിക്കും, മറ്റുള്ളവരോട് പെരുമാറാൻ പഠിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്, അല്ലെ? പക്ഷെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ തിരിച്ചറിവാകുന്ന പ്രായം തൊട്ട് എന്താണ് അലാം, സേഫ്റ്റി അലാം എന്താണ്, സേഫ്റ്റി റൂം എവിടെയാണ്, സേഫ്റ്റി റൂമിലേക്ക് എങ്ങനെ പോകണം, നമ്മുടെ ജീവൻ എങ്ങനെ സംരക്ഷിക്കണം, അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്. മറ്റു പല നാട്ടിലും കുഞ്ഞുങ്ങൾ ഒന്ന് കാല് വെച്ച് തുടങ്ങുമ്പോൾ തന്നെ കൈത്തോക്കും മറ്റുള്ള തോക്കുകളും വെച്ചിട്ട് മറ്റുള്ള മതങ്ങളെ എങ്ങനെ വെറുക്കാം, മറ്റുള്ള മതങ്ങളിലുള്ള ആൾക്കാരെ എങ്ങനെ കൊല്ലാം എന്ന് പഠിപ്പിക്കുന്ന സമയത്ത് ഇവിടെയുള്ള കുഞ്ഞുങ്ങളെ സ്വന്തം ജീവനെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് പഠിപ്പിക്കേണ്ടി വരുന്ന ഒരു അത്രയും ഒരു നിസ്സഹായാവസ്ഥയാണ് ഈ ഒരു രാജ്യത്തിന്. അത് അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ അതുപോലും മനസ്സിലാക്കി വരുന്ന ആ ഒരു എന്താ പറയാ, ഒന്നും മനസ്സിലാക്കാനായിട്ട് പ്രാപ്തരാവാത്ത കുഞ്ഞുങ്ങള് ഒരുപാട് പേര് ഈ യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് വന്നാലും ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ജോലിക്കായിട്ടും അവനവന്റെ സ്വന്തം വരുമാനത്തിനായിട്ടും ജോലിക്കായിട്ടും മറ്റൊരു സ്ഥലങ്ങളിലേക്കും പോകുന്ന ഒന്നും അറിയാത്ത സിറ്റിസൻസ്, പാവങ്ങളായിട്ടുള്ള സിറ്റിസൻസ് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും വലിയ നഷ്ടം. അല്ലാതെയുള്ള നഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെ കുറെ ബിൽഡിങ്ങുകൾ കത്തി നശിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ ബോംബിട്ടു, അവിടെ ബോംബിട്ടു, ഇവിടെ ബോംബിട്ടു, അവിടെയൊന്നും, ഇതൊക്കെ സാമ്പത്തികമായിട്ട് ഉയർത്തിക്കൊണ്ട് വരാവുന്ന നഷ്ടങ്ങളേ ഉള്ളൂ, അല്ലേ? അതിപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും വേറെ ഏത് നാട്ടിലാണെങ്കിലും, ഇറാനിലാണെങ്കിലും പാലസ്തീനിലാണെങ്കിലും ഒരുപാട് ബിൽഡിങ്ങുകൾ നഷ്ടപ്പെട്ടു, അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ആശുപത്രികൾ നഷ്ടപ്പെട്ടു ആക്രമിക്കപ്പെട്ടു എന്ന് അവർ പറയുന്നുണ്ട്. ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ UN തന്നെ ഇടപെട്ട് ഇപ്പൊ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഡോളേഴ്സ് കളക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും ബിൽഡിങ്ങുകളൊക്കെ കെട്ടിപ്പൊക്കിക്കൊണ്ട് വരാം. പക്ഷെ പോയ ജീവനുകൾക്ക് ആരും മറുപടി കൊടുക്കും? എനിക്ക് തോന്നുന്നു ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തെ ഉറ്റുനോക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കാണുന്ന നേർക്കാഴ്ചകൾ വെച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ഈ മരിച്ചുപോയ പട്ടാളക്കാര്, അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന ഡിപ്രഷൻ, ഈ പിഞ്ചു മക്കള്, നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ ദുഃഖങ്ങള്, അല്ലെങ്കിൽ നമ്മൾ കണ്ടതാണല്ലോ 2 പിഞ്ചു കുഞ്ഞുങ്ങളടക്കം, അമ്മയടക്കം പോയ ഒരു ബിബാസ് ഫാമിലിയെ കുറിച്ചൊക്കെ. അപ്പൊ അതിനൊക്കെ എന്താ പറയാനുള്ളത്? അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ രാജ്യത്തിന്
വന്ന നഷ്ടങ്ങളെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ടെക്നിക്കലായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എക്കോണമി ആയിട്ടോ അങ്ങനെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഒരു ചെറിയൊരു ഒരു 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 ചുമ്മാ ഒരു തൊടലിന് പോലും തൊടാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ശ്രീ ജോസ് കുമ്പളവേലിൽ, ഇപ്പോൾ ഷൈനി ബാബു സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ എന്ന രാജ്യത്തെ, കാരണം ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഒരു ആർട്ടിക്കിൾ ഇസ്രായേലിൻ്റെതായിട്ട് വായിച്ചിരുന്നു. കാരണം പലപ്പോഴും നിരന്തരമായി ഞങ്ങളുടെ രാജ്യത്തേക്ക് മിസൈലുകൾ വരുന്നു, പലപ്പോഴായി ആളുകൾ കൊല്ലപ്പെടുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു കാലത്ത് ഞങ്ങൾ അതിനോട് പ്രതികരിച്ചാൽ അത് വലിയ വാർത്തയാകുന്നു, വിഷയമാകുന്നു, ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുവെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒക്ടോബർ 7 നടന്ന ആക്രമണം, ഇസ്രായേലിലെ അത്രയും ഏകദേശം 1200 ആളുകളെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ആ സംഭവത്തോടെ ഇസ്രായേൽ ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ അതേ കാര്യം തന്നെ, ഇസ്രായേൽ വെടിനിർത്തൽ നടപ്പിൽ ആക്കും എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട്? ഒരിക്കലുമില്ല. അതായത് മാനവീയത മരവിച്ചു എന്ന് വേണം ഇസ്രായേലിന്റെ കാര്യത്തിൽ പൊതുവെ പറയാൻ. കാരണം ഇസ്രായേൽ ഈ പറഞ്ഞ ഷൈനി ബാബു പറഞ്ഞതുപോലെ അവിടെ മരിച്ചു വീണ പട്ടാളക്കാരുടെയും അല്ലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെയും രക്തം, അത് ആർക്കാണ് അതിന്റെ അളവ് എടുക്കാൻ? ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ വിരലുകൾ എപ്പോഴും ട്രിഗറിൽ ആയിരിക്കുമെന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അത് ആ രാജ്യത്തിന്റെ ജീവൻ നിലനിർത്താൻ ഞങ്ങളുടെ വിരൽ എപ്പോഴും സന്നദ്ധമായിരിക്കും. 100 അല്ല 1000 തവണ അത് പ്രിപ്പയർ ആയിരിക്കും, അല്ലെ ജർമ്മൻ ഭാഷയിൽ പറഞ്ഞ ബെറൈറ്റ് ആയിരിക്കുമെന്ന്. കാരണം അത് ഏതെങ്കിലും തരത്തിൽ അവിടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ അതിനെ പ്രതിരോധിച്ചു കൊണ്ടേയിരിക്കും. 24 മണിക്കൂറും ഇവര് ഉണർന്നിരിക്കുന്ന ഒരു ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞ 2023 അല്ലേ നമ്മുടെ ഒക്ടോബർ 7 നടന്നത്, അത് വെച്ച് നോക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സന്തോഷം പങ്കുവെച്ചുകൊണ്ടിരുന്ന ഒരു വലിയ വേദിയിലേക്ക് ഓർക്കാപ്പുറത്ത് കടന്നു കയറി കണ്ണും മൂടിക്കെട്ടി പിടിച്ചോണ്ട് പോവുകയും വെടിവെച്ച് വീഴ്ത്തുകയും അല്ല എങ്കിൽ ഹറാസ് ചെയ്യപ്പെടുകയും ചെയ്ത ജർമ്മൻകാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു അതിനകത്ത്. കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ കണ്ട് അതിന്റെ വേദന, അതിൽ നിന്ന് ഇപ്പോഴും മുക്തി നേടാത്ത ഒരു രാജ്യമായി, ഒരു ജനതയായി ഇസ്രായേൽ നിലനിൽക്കുമ്പോൾ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തിൽ എവിടെ ജീവിച്ചാലും അവനവന്റെ സമാധാനമാണ് ഒരു മനുഷ്യന് ഏറ്റവും വലുത്. അത് കുഞ്ഞായാലും വലുതായാലും പ്രായഭേദമന്യേ എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ 4 ഭിത്തിക്കുള്ളിൽ ഒരു വീട്ടിലിരുന്ന് ഏറ്റവും ബന്ധോസായിട്ട് ഇരുന്നു എങ്കിലും അവിടെ സമാധാനം ഉണ്ടാകണമെന്നില്ല. എപ്പോഴും പുറത്ത് വെടിവെച്ചും അതുപോലെ മിസൈലിന്റെ പടരുന്ന തീയും മറ്റും കണ്ട് എല്ലാവരും തന്നെ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് സമാധാനം എന്ന് പറയുമ്പോൾ ആ സമാധാനം അടിസ്ഥാനപരമായിട്ടുണ്ടായെങ്കിലേ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ ഈ 14 ദിവസത്തെ താൽക്കാലികം എന്ന് മാത്രമാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. പക്ഷേ ആ താൽക്കാലികം 24 മണിക്കൂറിനുള്ളിൽ തന്നെ തകർത്ത് കളഞ്ഞ സംഭവം അതെന്തുകൊണ്ടാണ്? മറ്റുള്ളവരെ വിശ്വസിക്കാൻ, അതും ഇപ്പം എതിരാളിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ വാറ് നടക്കുമ്പോൾ പോലും അതിൻ്റെതായിട്ടുള്ള ചട്ടവട്ടങ്ങളും ചിട്ടവട്ടങ്ങളും മാറ്റി മറിച്ചുകൊണ്ട് വീണ്ടും അസത്യമായിട്ട് അല്ലെങ്കിൽ അവിശ്വസനീയമായിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങൾ വരുമ്പോൾ അസമാധാനമായിട്ട് മാറുകയാണ്. അപ്പോൾ ഏത് രാജ്യത്താണെങ്കിലും, ഇപ്പം ഞാൻ ജർമ്മനിയിൽ ജീവിക്കുന്നു, ഇവിടെയാണെങ്കിൽ പോലും പണ്ടുണ്ടായിരുന്ന ഒരു സമാധാനമോ പണ്ടുണ്ടായിരുന്ന ഒരു സ്വസ്ഥതയോ പണ്ടുണ്ടായിരുന്ന ഒരു സുഖമോ ഇല്ലാതായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഏത് യുദ്ധം, ലോകത്തിൽ ഏത് യുദ്ധം വന്നെന്ന് പറഞ്ഞാലും ജർമ്മനിയാണ് അതിന് ഏറ്റവും കൂടുതൽ കൈ അയച്ച് സഹായിക്കുന്നത്. ഇവിടെ ജീവിക്കുമ്പോൾ ഇങ്ങോട്ട് ആൾക്കാർ വരട്ടെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം കൊടുത്തുകൊള്ളാം, അത് സമാധാനമായിട്ട് ജീവിക്കാനാണ് ഇവർ ഇങ്ങോട്ട് കയറ്റി വിടുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ പിറ്റേ ദിവസം ചിലപ്പം അന്ന് തന്നെ കത്തിയും എടുത്ത് അല്ലെ തോക്കുമെടുത്ത് അല്ലെങ്കിൽ ബ്ലാക്ക് നെറ്റിൽ കയറി ഈ രാജ്യത്തിനെതിരെ പ്രതിരോധിച്ചു കൊണ്ട് ഈ രാജ്യത്തെ ഇല്ലാതാക്കുമ്പോൾ
ശ്രമിക്കുമ്പോൾ ഇവിടെ മുൻപ് ജീവിച്ചിരുന്ന അല്ലെ വിദേശികളാകട്ടെ സ്വദേശികളാകട്ടെ ഇവർക്കൊക്കെ അസമാധാനം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമല്ലേ? അപ്പൊ ഇതിനാർക്കാണ് കൂട്ടു നിൽക്കാൻ പറ്റുന്നത്? ആർക്കും പറ്റില്ല. സമാധാനം കാക്ഷിക്കുന്ന ആർക്കും തന്നെ അതിന് കൂട്ടുനിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ തന്നെ ഒരു വല്ലാത്ത അവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഇവിടെ മാത്രമല്ല, ഞാനിപ്പോ യൂറോപ്പിലെ മൊത്തം കഥകൾ പറഞ്ഞാലും അല്ലെ യൂറോപ്പിന് വെളിയിൽ പറഞ്ഞാലും അസമാധാനമാണ് ഏറ്റവും കൂടുതൽ നടമാടുന്നതെന്ന് പറഞ്ഞാലും തെറ്റില്ല. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു യുദ്ധത്തിന്റെ നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ അവിടെയുള്ളവർക്ക് ഒരു മിനിറ്റെങ്കിലും മനസ്സമാധാനമായിട്ട് വീട്ടിലിരിക്കാനോ ജോലി സ്ഥലത്ത് നിൽക്കാനോ അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ആണെങ്കിൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയപ്പാടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ തന്നെ എന്തുകൊണ്ടാണ്? മനുഷ്യനെ മനുഷ്യനായിട്ട് അംഗീകരിക്കാൻ മേലാത്ത കുറെ സ്തംഭങ്ങൾ അല്ലെ കുറെ ജന്മങ്ങൾ ഉടലെടുത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ അഭിലാഷ് ജി രമേശ്, തീർച്ചയായിട്ടും ഈ സമാധാന ഉടമ്പടി, ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വരുമ്പോൾ ചൈനയുടെ ഒരു പ്രാതിനിധ്യം തീർച്ചയായും ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇനി ഈ വെടിനിർത്തൽ കരാർ ഇല്ലാതായാൽ ഒരുപക്ഷെ നമുക്കറിയാം ഇറാന്റെ എണ്ണയുമായി ബന്ധപ്പെട്ട് ചൈന വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമുണ്ട്. പാകിസ്ഥാന് ആവശ്യമുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള നമ്മുടെ രാജ്യങ്ങൾക്കും ഈ എണ്ണ ആവശ്യമുള്ളതാണ്. എങ്ങനെയായിരിക്കാം ഈ വെടിനിർത്തൽ കരാർ ഇല്ലാതാകാൻ ചൈന പോലെയുള്ള അതുപോലെയുള്ള പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്ക വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ പോലും ഈ രാജ്യങ്ങൾക്കും ഇത് അത്യാവശ്യമല്ലേ? എന്ന് വെച്ചാൽ ഈ വെടിനിർത്തൽ കരാർ ഇല്ലാതായാൽ ഈ രാജ്യങ്ങളും പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? സ്വാഭാവികമായിട്ടും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വരുന്ന എനർജി സപ്ലൈസിന്റെ ബഹുഭൂരിപക്ഷവും കടന്നു വരുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമസിൽ കൂടിയാണ് എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ വെടിനിർത്തൽ സംബന്ധിച്ചിട്ടുള്ള നടപടികൾ കൂടുതൽ പ്രായോഗികമാകാനും അതുപോലെ തന്നെ ആഗോള അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഇനി ഇറാന്റെ പ്രോക്സികൾ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മേൽ ശക്തമായ നിയന്ത്രണത്തിനുള്ള ഉത്തരവാദിത്വം അമേരിക്കയും മറ്റു രാജ്യങ്ങളും കൂടെ ഉൾപ്പെട്ടുകൊണ്ട് ഒരു സംവിധാനം രൂപപ്പെടേണ്ടത് അത്യാവശ്യമായി വരികയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് IRGC-ക്കെതിരെയുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒഫൻസീവ് കൂടുതൽ മുന്നോട്ട് പോവുകയും IRGC ഡിസ്മാൻഡിൽ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇനി സംഭവിക്കാൻ പോകുന്ന ഹോർമുസ് കടലെടുക്ക് അന്താരാഷ്ട്ര ഏജൻസികളുടെയോ അന്താരാഷ്ട്ര ഭരണകൂടത്തിന്റെ പ്രതിനിധിയുടെ കീഴിലുള്ള ഒരു കൺസോർഷ്യമായിട്ട് മാറുകയും ആ കൺസോർഷ്യം പ്രൊട്ടക്ഷനും ഡെലിവറി ഓഫ് എസെൻഷ്യൽസും ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനമായിട്ട് പോലും മാറ്റപ്പെടാനുള്ള ഒരു സാധ്യത ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതിനൊക്കെ വളരെ പ്രധാനമാണ് വെടിനിർത്തൽ കരാറുകൾ ഉണ്ടാവേണ്ടത്. പക്ഷെ അതിന് വേണ്ട ആദ്യത്തെ ചുവടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്ബുള്ള പോലെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ ഇപ്പോഴും ആക്രമിക്കുന്നത് നിർത്തലാക്കണം എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഔട്ടേക്ക് എന്ന് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഈ ആക്രമണം ഇപ്പോൾ ഈ വെടിനിർത്തൽ വന്നു, ഇറാനുമായിട്ടുള്ള ആക്രമണങ്ങൾ അവസാനിച്ചു എന്നുണ്ടെങ്കിൽ പോലും ഈ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിലേക്കുള്ളത് ഇല്ലാതാകുമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഒരു കാരണവശാലും ഇല്ലാതാകില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഓപ്പറേഷൻ ഫ്യൂരി തുടരണം എന്നുള്ളതിന്റെ സാങ്കത്യം അവിടെയാണ് നിൽക്കുന്നത്. കാരണം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യവും ആ ജനതയും ഇല്ലാതാകണം എന്നുള്ളത് ഒരു പോളിസി ഡോക്ട്രിനായിട്ട് അല്ലെങ്കിൽ ഒരു നയമായിട്ട് കൊണ്ടു നടക്കുന്ന രാജ്യങ്ങളും ഇറാന്റെ പ്രോക്സികളായിട്ടുള്ള ഹെസ്ബുള്ളയും ഹൂത്തിയും ഹമാസും ഉൾപ്പെടുന്ന അനവധി ശക്തികൾ ഇസ്രായേലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ യുദ്ധം അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമാവണം എന്നുണ്ടെങ്കിൽ ഇത്തരക്കാരുടെ, അതായത് ഹെസ്ബുള്ള, ഇപ്പൊ നമുക്കറിയാം ഇന്നലെ തന്നെ ഹെസ്ബുള്ളയുടെ ചീഫിന്റെ അനന്തരവൻ അല്ലെങ്കിൽ പിന്തുടർച്ച അവകാശിയെ തന്നെ ഇസ്രായേൽ IDF വധിക്കുകയുണ്ടായി. സോ അപ്പം ഹെസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ തുടങ്ങിയിട്ടുള്ള ഇറാന്റെ പ്രോക്സികളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തകർത്തെറിയപ്പെട്ടാൽ മാത്രമേ ഈ മേഖലയിൽ ശാശ്വതമായിട്ടുള്ള സമാധാനം ഉണ്ടാകൂ. അപ്പൊ അതിലേക്കുള്ള ഒരു നയമാണ് ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇടപെടൽ. അതോടൊപ്പം തന്നെ ഞാൻ ചില സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരവും അവരുടെ നിർമ്മാണ ശേഷി 80% തകർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ നേവൽ നാവികസേനയും ഇല്ലാതായിരിക്കുന്നു. ഹമാസിനും ഹൂത്തിക്കും ഹെസ്ബുള്ളയ്ക്കുമുള്ള ഈ അവരുടെ ഫിനാൻസിങ് നെറ്റ്വർക്കുകൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം IRGC-യുടെ 52 മേലുള്ള നേതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ അധികാരികൾ ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾ തകർക്കപ്പെട്ടിരിക്കുന്നു. സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിലവിലുള്ള അനാലിസിസ് പ്രകാരം ഇറാന്റെ
ഈ പറയുന്ന ഭരണകൂട സംവിധാനവും അതിന്റെ ഈ പറയുന്ന ടെറർ ഫിനാൻസിങ് നെറ്റ്വർക്കുകളും അവരുടെ ആംഡ് സ്റ്റോക്ക് പൈലുകളും തകർന്ന് തരിപ്പണമായി തന്നെ ഇരിക്കുകയാണ്. സോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ പറയുന്ന ഒരു യുദ്ധം അതിന്റെ ഒരു പീക്കിൽ എത്തുകയും അത് ഇല്ലാതാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അതിൽ ഇസ്രായേലിനാണ് ഏറ്റവും വലിയ റോൾ ഉള്ളത്. കാരണം ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾക്കുള്ള ചുക്കാൻ പിടിക്കുന്ന ഇറാന്റെ സമീപനവും ഇറാന്റെ സപ്പോർട്ടും ഇറാന്റെ സ്പോൺസർഷിപ്പും കൂടെ ഇല്ലാതായാൽ മാത്രമേ ഇസ്രായേൽ ഈ വിഷയത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നുള്ളത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അവർക്ക് അവരുടെ രാജ്യത്തെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ അവകാശമുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകത്ത് എവിടെയെങ്കിലും ഒരു ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു ജൂത വംശജൻ ചെല്ലുകയാണെങ്കിൽ ഇപ്പോൾ അവർക്ക് സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കില്ല. അവർ എപ്പോഴും ഭയക്കുന്നത് തങ്ങളുടെ കണ്ണിന് മുന്നിൽ കൂടി വരുന്ന ഒരു വെടിയുണ്ടയോ ഒരു വാഹനമോ ഒരു കത്തി കൊണ്ടുള്ള ആക്രമണമാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഈ ഒരു സാഹചര്യം ആഗോളതലത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത് നിലനിർത്തുന്ന സംവിധാനമാണ് ഇറാൻ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇല്ലാതായാൽ മാത്രമേ ഈ മേഖലയിൽ സമാധാനം ഉണ്ടാകുള്ളൂ. ഇറാനെതിരെയുള്ള ആക്രമണവും ഇറാന്റെ നിലവിലെ ഭരണകൂടത്തിനെതിരെയുള്ള ഈ യുദ്ധവും അവസാനിക്കുകയുള്ളൂ. ശ്രീമതി ഷൈനി ബാബു, ഇപ്പോൾ ഡോക്ടർ അഭിലാഷ് ജി രമേശ് പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ ഇസ്രായേൽ സുരക്ഷിതമാകണമെങ്കിൽ ഈ പറയുന്ന രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കൊണ്ടൊന്നും ഒന്നും ആകില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. എന്ന് വെച്ചാൽ യുദ്ധം ഇനിയും തുടർന്നുകൊണ്ടേ ഇരിക്കും എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? തീർച്ചയായിട്ടും 2010 തൊട്ട് ഇസ്രായേലിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. പല യുദ്ധങ്ങളും നേരിട്ട് കണ്ടു. അപ്പോ ഈ ഒരു രാജ്യം യുദ്ധമില്ലാതെ കടന്നു പോകും എന്നുള്ളൊരു പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നും ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങൾക്കുമില്ല, ഇവിടേക്ക് ജോലിക്ക് വരുന്ന ആൾക്കാർക്കും ഇല്ല. എല്ലാവർക്കും തന്നെ അറിയാം ഈ രാജ്യത്തിന് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ, നിലനിൽപ്പ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും തന്നെ തീരുമാനമാവണം. അങ്ങനെ ഒരു തീരുമാനം ആവാത്തിടത്തോളം കാലം, ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാവാത്തിടത്തോളം കാലം തീർച്ചയായിട്ടും ഈ രാജ്യം യുദ്ധങ്ങളിൽ കൂടെ തന്നെ കടന്നു പൊയ്ക്കൊണ്ടേയിരിക്കും. പിന്നെ ഇസ്രായേൽ ആയുധം താഴെ വെച്ചിട്ട് ഈ ഒരു യുദ്ധം അവസാനിക്കും എന്നുള്ളൊരു പ്രതീക്ഷ വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് ഇത്രയും നാളത്തെ ഒരു നേർക്കാഴ്ചകളിലൂടെ എനിക്ക് പറയാൻ പറ്റുന്നത്. ഇവിടുത്തെ നാട്ടിലെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ വെച്ചിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മീഡിയയിൽ നിന്ന്, ഇവിടെ നമ്മൾ കാണുന്ന കാഴ്ചകൾ, ഈ നാടിനെ കുറിച്ച് പഠിച്ചതിന്റെ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ആ ഒരു കാഴ്ചകളെല്ലാം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഇസ്രായേൽ ഒരിക്കലും പിന്നോട്ട് മാറുന്ന ഒരു ജനതയല്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാനും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്നൊരു രാജ്യം യുദ്ധമില്ലാതെ മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യത്തിൽ ആസ് എ പേഴ്സൺ ഇൻഡിവിജ്വലി എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ചർച്ച കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ നമ്മളെ ഓരോ ചർച്ചകളിൽ കൂടെയും എല്ലാ അറിവുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലെ? ഇപ്പൊ തന്നെ പണ്ടത്തെ പോലെ ഒന്നും അല്ല. ഇപ്പൊ ഞാനൊക്കെ ഇസ്രായേലിലേക്ക് ജോലിക്ക് വരുന്ന സമയത്ത് ജൂതന്മാരെന്താണെന്ന് ഉള്ളതുപോലെ ഒരു അറിവില്ലാതെയാണ് ഇസ്രായേലിലേക്ക് ജോലിക്ക് വന്നത്. ഇവിടെ കിട്ടുന്ന ശമ്പളവും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് വന്നതാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് ബൈബിള് പോലും മുഴുവനായിട്ട് വായിച്ചത് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ജൂതന്മാരെന്താണ്, ജൂതരാഷ്ട്രം എന്താണ്, ഇസ്രായേൽ എന്താണെന്ന് അറിയത്തില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഒരുപാട് പാവങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആൾക്കാർ ഈ മതവിദ്വേഷവും മതവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്ത്, ഇപ്പൊ നേരത്തെ നമ്മുടെ സാറ് പറഞ്ഞതുപോലെ ഇറാൻ എന്ന് പറയുന്ന ആ ഒരു ശക്തി ഈ ഒരു ഇസ്രായേലിനെതിരെയുള്ള ആ ഒരു വിദ്വേഷം എങ്ങനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഫണ്ടുകൾ ശേഖരിച്ച് എവിടെയൊക്കെ ഈ മതവിദ്വേഷം കൊണ്ടു കൊടുക്കാൻ പറ്റുമോ അവിടെയൊക്കെ ഈ ഒരു ഫണ്ട് മൂലം ആൾക്കാരെ എന്താ പറയുന്നേ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. അല്ലെങ്കിൽ അതിലൂടെയാണ് ആൾക്കാരെ, ജൂതന്മാരെ വെറുക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് ഒരു ഇസ്രായേലി ഫാമിലി അവിടെ വന്ന സമയത്ത് ഒരു മുസ്ലിം സഹോദരന്റെ ഷോപ്പിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവിടെ ആ ഒരു ആക്രമണം അവർ നേരിടേണ്ടി വന്നത് ആദ്യമായി ചരിത്രത്തിൽ, എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു നാട്ടില്, നമ്മുടെ നാട്ടില് ഒരു ആന്റിസെമിറ്റിസം നമ്മൾ കാണുന്നത്. അപ്പൊ അതൊക്കെ ആ ഒരു വലിയ വൻ ശക്തിയുടെ ഒരു പവറാണ്. എന്തുകൊണ്ടാ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അത്രയ്ക്കുള്ള അറിവേ ഉള്ളൂ. എന്താണ് ജൂതമതം, എന്താണ് ആരാണ് ജൂതന്മാര്, എന്താണ് ഇസ്രായേല്, എന്തിനാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്, ഇസ്രായേൽ ആരോടാ യുദ്ധം ചെയ്യുന്നത്, ഇതൊന്നും നമ്മുടെ നാട്ടിലെ പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പരിധി വരെ ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പൊ അതിനൊരു അവബോധനം നമ്മുടെ നാട്ടിൽ ആവശ്യമാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും. അപ്പോൾ ഫൈനലായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം യുദ്ധം അവസാനിപ്പിച്ചിട്ട് ഈ കാര്യങ്ങൾക്കൊന്നും തീരുമാനം ഉണ്ടാകുമെന്നൊരു പ്രത്യാശ വേണ്ട.
എന്നുള്ളതാണ് ആസ് എ പേഴ്സൺ എനിക്ക് പറയാനുള്ളത്. അവസാനമായി ശ്രീ ജോസ് കുമ്പളവേലിൽ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതുപോലെ ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ഒരു ശാന്തത എന്ന് മാത്രമേ നമുക്ക് കാര്യങ്ങളെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് കൊടുങ്കാറ്റിന് മുമ്പുള്ള വലിയ ശാന്തത അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ വരും ദിവസങ്ങളിൽ എന്താണ് അമേരിക്ക അല്ലെങ്കിൽ നമ്മുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്താണ് മനസ്സിൽ നനച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടേ മതിയാവും. വളരെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ചെറിയൊരു എനിക്ക് മൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. നമ്മള് മുൻപ് സൂചിപ്പിച്ചതായിട്ട് ചേർന്നുള്ള ഒന്നാണ്. അതായത് ഈ മുൻകാല ഇറാൻ, അതായത് അയത്തുള്ളകളുടെ ഭരണത്തിന് മുമ്പുള്ള ഇറാൻ അഥവാ പേർഷ്യ എന്ന് പറയുന്നത് വളരെ വലിയൊരു സംസ്കാരമായിരുന്നു. അവരുടെ റൂളറായിരുന്ന സൈറസ് ദ ഗ്രേറ്റ്, അദ്ദേഹത്തിന്റെ പല ആശയങ്ങളും അമേരിക്കൻ ഭരണഘടനയുടെ ആധാരശിലകളാണ് എന്നുള്ളത് കൂടി ആലോചിക്കണം. അപ്പോൾ എത്ര വലിയൊരു സംസ്കൃതിയാണ് ഇറാൻ. ആ ഇറാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടായാൽ മാത്രമേ ഈ ഇറാനെ, പഴയ ഇറാനെ അല്ലെങ്കിൽ ആ പഴയ സംസ്കാരത്തെ പോലും വീണ്ടെടുക്കാൻ പറ്റുകയുള്ളൂ. പറഞ്ഞോളൂ ശ്രീമതി ഷൈനി ബാബു. ഞാൻ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് നെറ്റ് കട്ടായി പോയി. നമ്മുടെ നിലവിലത്തെ സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. ഞാനത് എത്രമാത്രം നിങ്ങൾ കേട്ടു എന്ന് എനിക്ക് അറിയില്ല, എവിടെ വരെ കേട്ടു എന്ന് അറിയില്ല. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഫോറിൻ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത, ഇവിടുത്തെ എയർപോർട്ട് ഓപ്പൺ ആവുന്നു. പക്ഷെ ഫ്ലൈറ്റുകളൊന്നും സ്കെഡ്യൂൾ ആയിട്ടില്ല. എന്നിരുന്നാൽ പോലും ഫ്ലൈറ്റുകൾ സ്കെഡ്യൂൾ ആകുന്നത് വരെ നമുക്ക് ജോർദാൻ ബോർഡർ വഴിയും ഈജിപ്ത് ബോർഡർ വഴിയും ആൾക്കാർക്ക് വരാനുള്ള സൗകര്യം ഈ ഗവൺമെന്റ് തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എക്സ്ട്രാ പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ടതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ എന്നിരുന്നാൽ പോലും ഇങ്ങോട്ടേക്ക് ആൾക്കാർ തിരിച്ചു വരാനും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടുന്ന് പോയാലും ഈ നാട്ടിലേക്ക് തന്നെ ഈ ഗവൺമെന്റ് നമ്മളെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അത്രയും പൈസ എക്സ്ട്രാ കൊടുത്തു പോലും നാട്ടിലേക്ക് പോകാനുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു കാര്യമാണ് ഇപ്പൊ നിലവിൽ നമുക്ക് പറയാനുള്ളത്. അത് ഞാൻ പറയാൻ വന്നപ്പോഴത്തേക്കുമാണ് എന്റെ നെറ്റ് കട്ടായി പോയത്. അത് പറയാൻ ശ്രമിച്ചതാണ്. ഞാൻ ഒരു കാര്യം കൂടെ ഷൈനിയോട് ചോദിച്ചോട്ടെ. കാരണം ഇവിടെ ജർമ്മനിയിലെ ജൂതന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ആന്റിസെമിറ്റിസത്തിനെതിരെ അതിഭയങ്കര നിയമവും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ കട്ടായി പോകുന്നു, എനിക്ക് നെറ്റ് കട്ടാവുന്നുണ്ട്, ക്ലിയർ ആവുന്നില്ല. തീർച്ചയായിട്ടും സമയത്തിന്റെ പരിമിതി കൂടി അതുകൊണ്ടായിരിക്കും. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. എനിക്കൊന്നും ക്ലിയർ ആയില്ല. മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുലരട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം. പക്ഷേ അപ്പോഴും സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇസ്രായേലിന് യുദ്ധമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം ചുറ്റും ശത്രുക്കളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എത്ര നാൾ ഇങ്ങനെ വെടിനിർത്തൽ നടപ്പിലാകും എന്നുള്ളത് തന്നെ സംശയമാണ്. വെടിനിർത്തൽ നടപ്പിലാക്കിയാൽ പോലും എത്ര നാൾ ഇത് നിലനിൽക്കുമെന്ന കാര്യം സംശയമാണ്. എന്താണെങ്കിലും വെടിനിർത്തൽ നടപ്പിലാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ അഭിലാഷ് ജി രമേശ്, വിദേശകാര്യ മാധ്യമ പ്രവർത്തകൻ ജർമ്മനിയിൽ നിന്ന്, ഷൈനി ബാബു ഇസ്രായേലിൽ നിന്ന് നമ്മളോടൊപ്പം ചേർന്നിരുന്നു. എല്ലാവർക്കും നന്ദി. ബിഗ് ഡിബേറ്റ് അവസാനിക്കുകയാണ്. പ്രേക്ഷകർക്ക് നന്ദി.